സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വീണ്ടും കേരള പോലീസ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കും. കാരണം സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകും. ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് 82 വയസ്സ് കാണുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആർക്കും അറിയില്ല. സുകുമാരക്കുറുപ്പ് മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നാണ്. നമുക്കറിയാം, KLQ 7831 എന്ന് പറയുന്ന കാറ്, അത് ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന കൊല്ലക്കടവ് പാലത്തിന് സമീപത്തുള്ള പാടത്ത് കത്തിയ നിലയിൽ 1984 ജനുവരി 21 രാത്രി കണ്ടു. അതിൽ ഒരു ചെറുപ്പക്കാരൻ കരിഞ്ഞു കിടന്നിരുന്നു. 40 വയസ്സുള്ള സുകുമാരക്കുറുപ്പാണ് കൊല്ലപ്പെട്ടത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി എന്ന് പറയുന്നത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രം, അയാളുടെ മക്കളുടെ വാച്ച്, ഇങ്ങനെയുള്ള ഉയരം, ജഡത്തിൻ്റെ ഉയരം, ഇതെല്ലാം നോക്കിയിട്ടാണ് സുകുമാരക്കുറുപ്പ് കാറ് കത്തി മരിച്ചു എന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തുന്നത്. സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ 8 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ചേർന്നിരുന്നു. ഭാര്യ സരസമ്മയ്ക്ക് ഈ തുക കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. കൊലപാതകം എന്ന് തെളിയുന്നത് പിന്നീട് ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ്, അയാൾ കരുവാറ്റയിലുള്ള, ആലപ്പുഴ ജില്ലയിലെ തന്നെ കരുവാറ്റയിലുള്ള ഒരാളായിരുന്നു. അയാളെ കാണാനില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പല്ല ചാക്കോയാണെന്നും ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി ആസൂത്രിതമായി ഇയാളെ കണ്ടെത്തി തൻ്റെ തക്ക ഉയരവും തൂക്കവും ഒക്കെയുള്ള ചാക്കോയെ കണ്ടെത്തി പ്രലോഭിപ്പിച്ച് മദ്യപിച്ച് കാറിൽ കയറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം കാറിന് തീയിട്ടതാണെന്നും പോലീസ് കണ്ടെത്തി. നമുക്കെല്ലാം അറിയാവുന്ന കഥ. സിനിമയുമായി സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ കുറുപ്പ് എന്ന പേരിലൊരു സിനിമയും വന്നു. കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കോ അതിനെ എതിർത്തിരുന്നു തുടക്കത്തിൽ. പിന്നീട് ആ സിനിമ വന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, ആ കൊലയാളിയെ ഹീറോയാക്കുന്ന സിനിമയാണെന്ന് കരുതിയിട്ടായിരുന്നു ജിതിൻ ചാക്കോ എതിർത്തത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും അത് തേഞ്ഞു മാഞ്ഞു പോയി. ആ സിനിമ അങ്ങനെ ഇറങ്ങി, ആ എതിർപ്പൊക്കെ അവസാനിച്ചു. സിനിമ നന്നായിട്ട് ഓടി. അങ്ങനെയാണ് പുതിയ തലമുറ 84 എന്ന് പറയുമ്പോഴത്തേക്ക് 40 വർഷം മുമ്പാണ്. ഇന്നത്തെ 20 വയസ്സും 25 വയസ്സും ഉള്ള കുട്ടികൾക്ക് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടുകഴിവി മാത്രമാണ്, ഒരു 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 എന്താ ഒരു ദുരൂഹത, ഒരു മിഥ്യ, അത്രയേ ഉള്ളൂ. പക്ഷേ സുകുമാരക്കുറുപ്പിനെ അറിയാം ഇന്ന് 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. സുകുമാരക്കുറുപ്പ് എവിടെയാണ്? ഇത് കേരള പോലീസ് എക്കാലത്തും അന്വേഷിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ കേരള പോലീസിന് കണ്ടുപിടിക്കാനാവാത്ത കുറേ കേസുകളുണ്ട്. എറണാകുളം ജില്ലയിൽ തന്നെ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പട്ടിമറ്റം കൊലക്കേസ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആലുവ കുട്ടക്കൊല ഒരു വലിയ ദുരൂഹമായിരുന്നു. സ്റ്റേറ്റ് പോലീസും CBI ഒക്കെ അന്വേഷിച്ച് ഏക പ്രതിയെ കണ്ടെത്തി. അവിടെ നിൽക്കട്ടെ, സുകുമാരക്കുറുപ്പിനെ കുറിച്ച് അവസാനം കേൾക്കുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളത്, പത്തനംതിട്ടയിലെ റെൻസിൻ ഇസ്മയിൽ എന്നോ മറ്റോ പേരുള്ള ഒരു ബോറേജ് കോർപ്പറേഷനിലെ ഒരു ബെവ്കോ ഔട്ട്ലെറ്റിലെ മാനേജർ, ഇയാളൊരു മൊഴി പോലീസിനോട് പറഞ്ഞു. ഗുജറാത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇയാൾക്ക് ഒരു സന്യാസിയെ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് 15 വർഷക്കാലം ഈ പത്തനംതിട്ടക്കാരൻ റെൻസിൻ ഗുജറാത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മലയാളി സന്യാസിയെ പരിചയപ്പെട്ടു. അയാളുമായിട്ടുള്ള പരിചയത്തിനിടയ്ക്ക് ഇയാൾ സുകുമാരക്കുറുപ്പാണോ എന്ന് തോന്നി. അയാൾ നാട്ടിലെ പോലീസിനെ അറിയിച്ചു. അങ്ങനെ കേരള പോലീസ് ഗുജറാത്തിലെത്തി, ഹരിദ്വാറിലൊക്കെ തെരഞ്ഞു നടന്നു, കിട്ടിയില്ല, സന്യാസിയെ കണ്ടെത്താനായില്ല. പിന്നീട് സൗദി അറേബ്യയിൽ മദീനയിൽ സുകുമാരക്കുറുപ്പിനെ പോലെയുള്ള ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ് ചില വിവരങ്ങൾ വന്നു. പോലീസ് അവിടെയും അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. അങ്ങനെ നാടിൻ്റെ നാനാഭാഗത്ത് സുകുമാരക്കുറുപ്പ് ഉണ്ട് എന്ന തരത്തിലുള്ള കഥകൾ പ്രചരിക്കുകയും പോലീസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ കൗൺസിലറും BJP നേതാവും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും മുൻ DGPയുമായിരുന്ന ശ്രീലേഖ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയിലിരിക്കുന്ന സമയത്ത് ഞാനന്ന് കേരളകൗമുദി പത്രത്തിലാണ്. ഞാൻ ഒരു ദിവസം അവരെ വിളിച്ചു. എന്തായി സുകുമാരക്കുറുപ്പിൻ്റെ കേസ് എന്ന് വെറുതെ ഒരു കൗതുകത്തിന് സംസാരത്തിനിടയ്ക്ക് ശ്രീലേഖ മാഡത്തിനോട് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അത് അറിഞ്ഞില്ല അല്ലേ, ആ ഫയൽ ഞങ്ങൾ അവസാനിപ്പിച്ചു, അത് ഞങ്ങൾ ക്ലോസ് ചെയ്തു, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നോട് പറഞ്ഞു. അത് കേരളകൗമുദിയിലെ ഒരു വലിയ വാർത്തയായിരുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ കേസന്വേഷണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച്, ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ച് കേരള പോലീസ് നിരന്തര അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനാവാതെ ക്ലോസ് ചെയ്തിരുന്നു ശ്രീലേഖയുടെ കാലത്ത് ക്രൈംബ്രാഞ്ച് ഈ ഫയൽ. പിന്നീട് ശ്രീലേഖ DGP ആയി ഒക്കെയായി മാറി. ആ കേസ് ഫയൽ ഇങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ
ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അജിത ബീഗം എന്ന് പറയുന്ന IG വന്നിരിക്കുന്നു ക്രൈംബ്രാഞ്ചിൽ. 20 വർഷത്തിന് മുമ്പുള്ള കേസുകൾ ഒക്കെ ട്രേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് ഒരു കേസ് കിട്ടി. ഒരു കണ്ണൂരിലെ ഒരു വാഹന മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കേസ്, 15 വർഷം ഒറ്റ പഴക്കമുള്ളൊരു കേസ് ഫയൽ ശ്രദ്ധയിൽപ്പെട്ടു. അത് അന്വേഷിച്ചപ്പോൾ അതിലെ പ്രതിയെ ഹരിയാനയിൽ നിന്ന് കിട്ടി. 15 വർഷം മുമ്പത്തെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പഴയ കുറച്ച് കേസുകൾ കൂടി ഒന്ന് നോക്കിയിട്ട് ഇനി ഒരു രക്ഷയുമില്ലെങ്കിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തുറന്നപ്പോഴാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഇരിക്കുന്നത്. എന്തായാലും ഒന്നുകൂടി അന്വേഷിക്കാം എന്ന് അജിത ബീഗം തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നോക്കുമ്പോൾ ഒരു മലയാളി നേഴ്സിൻ്റെ നിർണായക മൊഴി. ഈ മലയാളി നേഴ്സ് മധ്യപ്രദേശിലായിരുന്നു. മധ്യപ്രദേശിൽ അവർ ജോലി ചെയ്തിരിക്കെ ഒരു ദിവസം ഒരാൾ അവിടെ വന്നു. അയാൾക്ക് ചില പ്രാഥമിക ചികിത്സകൾ കൊടുത്തു, ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇയാൾ എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞ് ഇവർക്കൊരു സംശയം, അത് കണ്ടു പരിചയമുണ്ടല്ലോ ആ മുഖം, ഈ ആളുടെ രൂപസാദൃശ്യം പെട്ടെന്ന് എന്തോ പരിചിതമായി തോന്നി. അങ്ങനെ അവർ നോക്കുമ്പോൾ അത് സുകുമാരക്കുറുപ്പാണെന്ന് അവർക്ക് തോന്നുകയും കേരളത്തിലെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തി കിടപ്പുണ്ട് സുകുമാരക്കുറുപ്പിൻ്റെ ഫയലിൽ. അജിത ബീഗം ഇത് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ഈ നഴ്സിനെ അന്വേഷിച്ചപ്പോൾ നേഴ്സ് കേരളത്തിൽ ഇപ്പോഴുണ്ട്. അവർ സർവീസിൽ നിന്ന് വിരമിച്ച്, എന്ന് പറഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞു. അവരിപ്പോൾ ഇവിടെയുണ്ട്. അവരെ കണ്ടിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. ആ ഫയൽ പതുക്കെ തുറന്നു. ക്രൈംബ്രാഞ്ച് സംഘം ഒരിക്കൽ കൂടി ഈ മലയാളി നേഴ്സ് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശിലും അടക്കം ഒരു അന്വേഷണം നടത്തിയേക്കും. ഏതായാലും സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു പ്രഹേളിക മലയാളിയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും ഒരു കൗതുകമുള്ള ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. നമ്മൾ ആലോചിക്കണം, ഒരു വലിയ കൊലപാതകമാണ്. ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന സാധു മനുഷ്യനെ പ്രലോഭിപ്പിച്ച് മദ്യം കൊടുത്ത് കാറിൽ കയറ്റി ശ്വാസം മുട്ടിച്ച് കാറിനുള്ളിലാക്കി ജീവനോടെ കത്തിച്ച കേസാണ്. അതിനകത്ത് ഇത് ഒറ്റയ്ക്കൊന്നുമല്ല ചെയ്തത്. ഈ സുകുമാരക്കുറുപ്പിൻ്റെ അളിയൻ ഭാസ്കര പിള്ള ഉണ്ടായിരുന്നു, പൊന്നപ്പൻ എന്ന് പറയുന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു, ഷാഹു എന്ന് പറയുന്ന ഒരു സഹായി ഉണ്ടായിരുന്നു. ഈ ഷാഹു പിന്നീട് മാപ്പുസാക്ഷിയായി. മറ്റ് 2 പേർക്കും ശിക്ഷ കിട്ടി. അപ്പോൾ ഒരു കുടുംബത്തെ നശിപ്പിച്ചു. ആ കുടുംബം, ചാക്കോയുടെ കുടുംബം തകർന്നുപോയി. ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം ആ ചാക്കോ എന്ന ചെറുപ്പക്കാരൻ്റെ തൊഴിലിൽ നിന്ന് ഫിലിം റെപ്പായിരുന്നു. ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് തിയേറ്ററുകളിൽ ഫിലിം പെട്ടിയുടെ കൂടെ സഞ്ചരിച്ച് അവിടുത്തെ തിയേറ്ററിലെ കളക്ഷൻ, ഇന്ന് പുതിയ തലമുറയ്ക്ക് എന്താണ് ഫിലിം റെപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒരു തിയേറ്ററിൽ എത്ര ആളുകൾ കയറുന്നുണ്ട് എന്ന് ചലച്ചിത്ര കമ്പനിക്ക് വേണ്ടിയിട്ട് നേരിട്ട് പോയി വെരിഫൈ ചെയ്യുന്ന ആളാണ് ഫിലിം റെപ്പ്. കാരണം തിയേറ്ററുകാരെന്ത് ചെയ്യും, ചിലപ്പോൾ 500 പേര് കയറിയാൽ 200 പേരെ കയറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും പൈസ കുറച്ച് സിനിമാ കമ്പനിക്ക് കൊടുക്കുള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി തിയേറ്ററുകളിലേക്ക് ഫിലിം റെപ്പിനെ അയക്കുമായിരുന്നു. അങ്ങനെ ആ ജോലി എടുത്ത് കുടുംബത്തെ പോറ്റിയിരുന്ന ആളായിരുന്നു പാവം ചാക്കോ. ചാക്കോയുടെ കുടുംബം തകർന്നു പോയി. വലിയ കഷ്ടപ്പാടിലാണ് ആ കുടുംബം. പിന്നീട് ശാന്തമ്മയെന്നോ മറ്റോ ആണ് ചാക്കോയുടെ ഭാര്യയുടെ പേരെന്ന് തോന്നുന്നു ജീവിച്ചത്. മകൻ ജിതിൻ ചാക്കോ ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. ഏതായാലും ആ കുടുംബത്തെ സംബന്ധിച്ച് തങ്ങളുടെ ഗ്രഹനാഥൻ, കുടുംബനാഥൻ, അച്ഛൻ അതിനിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ട ഒരാളാണ്. അതിലെ പ്രതി ഇന്ന് കേരളം വലിയ ഹീറോ പരിവേഷത്തിൽ ഓർമ്മിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. നോക്കൂ, വില്ലനായിരുന്ന ഒരാൾ എത്ര പെട്ടെന്നാണ് കൗതുകവും ഒരു ചിരിയും മലയാളിക്ക് സമ്മാനിക്കുന്ന ആളായി മാറിയതെന്ന് ഓർക്കുക. കാരണം നമ്മൾ പേടിപ്പിക്കുന്ന ഒരു കൊടും കുറ്റകൃത്യം ചെയ്ത ആളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു തമാശയാണിപ്പോൾ, ഒരു ചിരിയാണിപ്പോൾ. അല്ലെങ്കിൽ നീ ആരുടെ, സുകുമാരക്കുറുപ്പോ എന്നൊക്കെ ചോദിക്കും. അതൊരു കോമഡി പോലെയായി മാറിയിരിക്കുന്നു. കാലം 40 വർഷം കൊണ്ട് വരുത്തി വെച്ച ഒരു മാറ്റമാണിത്. പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഉള്ളിൽ ഉള്ള ഒരു വന്യമൃഗത്തെ തുറന്നു കാട്ടിയ സംഭവമാണ് സുകുമാരക്കുറുപ്പിൻ്റെ കേസ്. നോക്കൂ, 8 ലക്ഷം രൂപയാണ് അന്ന് ഇൻഷുറൻസ് തുകയായി കിട്ടാൻ വേണ്ടി, 8 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബഹ്റിനിൽ ജോലി ചെയ്തിരുന്ന ഈ സുകുമാരക്കുറുപ്പ് നാട്ടിൽ വന്നിട്ട് തൻ്റെ അത്ര പൊക്കവും വണ്ണവുമുള്ള ഒരു ഇരയെ തേടി കണ്ടുപിടിച്ച് ഒരു അംബാസഡർ കാറിനുള്ളിട്ട് കത്തിച്ചത്. അപ്പോൾ മലയാളിയുടെ ക്രിമിനൽ വാസന അന്നേ ഉണ്ട്. ഇങ്ങനെ വക്രബുദ്ധിയിലൊക്കെ ആലോചിച്ച് സിനിമാ കഥകളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള ഒരു കൊടിയ കൊലപാതകം നടത്തി ഇയാൾ ഒളിവിൽ പോയി. ഇന്നിപ്പോൾ 82 വയസ്സുണ്ടാകാവുന്ന സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും അറിയില്ല. അയാൾ എവിടെയുണ്ടെന്നറിയില്ല. കാരണം ഇത്ര വിദഗ്ധമായി, ഒരുപക്ഷെ ഇന്നത്തെ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ, മൊബൈൽ ഫോണില്ലാത്ത കാലം, ഇന്നിപ്പോൾ മൊബൈൽ ഫോണും ഒക്കെ നോക്കിയിട്ടാണല്ലോ ആളെ ട്രേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ATM കാർഡ് ഇല്ലാത്ത കാലം, കണ്ടുപിടിക്കാൻ പരിമിതമായ സംവിധാനങ്ങൾ മാത്രമുള്ള കാലത്ത്
കേരള പോലീസിനെ വട്ടം കറക്കിയ ഒരു കൊടും കുറ്റവാളിയെ വീണ്ടും പിടിയിലാക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. പോലീസ് ഇത് ഏറ്റെടുത്തിരിക്കുന്ന അതീവ ഗൗരവത്തോടെയാണെങ്കിൽ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാവുന്ന, പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടത്തിന് വഴിവെക്കാവുന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ആലപ്പുഴയിലെ ഒരു ചെറിയ കുട്ടിയുണ്ട്, രാഹുൽ എന്ന് പറയുന്നൊരു കുട്ടി. വൈകുന്നേരം വീടിനടുത്തുള്ള കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അവനെ കാണാനില്ല, മാഞ്ഞുപോയി, കാറ്റിനൊപ്പം പോയി. CBI വരെ വന്ന് അന്വേഷിച്ചു, കാണാനില്ല. ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതെ പോയ രാഹുലിൻ്റെ ഓർമ്മയുണ്ട്. ഇങ്ങനെ കുറേ കേസുകൾ ഒരുപക്ഷെ അജിതാ ബീഗത്തിൻ്റെ പക്കൽ രാഹുൽ തിരോധാന കേസിൻ്റെ ഫയൽ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കുറേ കൂടെ എളുപ്പമാണത്. കാരണം 10-15 വർഷം മുമ്പാണ് രാഹുലിനെ കാണാതായത്. സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം രാഹുലിനെ കണ്ടുപിടിക്കാനാണ്. കാരണം സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട ഈ ജിതിൻ ചാക്കോ എന്ന് പറയുന്ന മുതിർന്ന ഒരാളൊക്കെയാണ് ഇപ്പോൾ, കുട്ടിയൊന്നുമല്ല, 40 വർഷം കഴിഞ്ഞില്ലേ, 40 വയസ്സിന് മുകളിലുണ്ടാവും മിനിമം ജിതിൻ ചാക്കോയ്ക്ക്. പക്ഷേ രാഹുലിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ട്. ചെറിയ കുട്ടിയായിരുന്നു, അവൻ 7-ലോ മറ്റോ പഠിക്കുമ്പോഴാണ് കളിക്കാൻ പോയ കുട്ടിയെ ആലപ്പുഴ ടൗണിനടുത്തുള്ള പ്രദേശത്ത് നിന്ന് കാണാതെ പോകുന്നത്. ആ കുട്ടിയെ കൂടി ഒന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമായിരിക്കും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ. മാത്രം സുകുമാരക്കുറുപ്പിനേക്കാളും പ്രാധാന്യത്തോടെ രാഹുലിൻ്റെ തിരോധാനം അന്വേഷിക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആ കേസും തുടക്കം മുതലേ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ശ്രീലേഖ മാഡം തന്നെയാണ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് CBI വരുന്നത്. CBIക്കും കണ്ടെത്താനായില്ല. കളി കഴിഞ്ഞ് കളിക്കളത്തിൽ നിന്ന് വന്ന് അവനൊരു ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടവരുണ്ട് വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ. പിന്നെ ആ കുട്ടി എങ്ങോട്ട് പോയി? കാറ്റിനൊപ്പം പറന്നുപോയോ? അറിയില്ല. ഇങ്ങനെ ദുരൂഹമായ ഒട്ടേറെ കേസുകൾ ബാക്കിയുണ്ട് കേരളത്തിൽ. അത് റീഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അത് കേരള പോലീസിൻ്റെ ഉദ്യമം വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും അജിതാ ബീഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ടീമിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് ഒരു വലിയ വാർത്തയായിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ലൈവും ഉണ്ടാകും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ അത് ചെയ്യണേ.